ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നാളെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ അത്രത്തോളം ഉണ്ട്, കാരണം ബുക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരാൻ വേണ്ടി പോവാണ്. മക്കളെ, ഒരൊറ്റ കാര്യം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് എൻ്റെ മക്കൾ പഠിക്കുക, അടിപൊളിയാക്കി മാറ്റുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ലൈക്ക് അടിക്കാൻ എൻ്റെ മക്കൾ മറക്കണ്ട. സോ ഞാൻ ഒന്നാമത്തെ ചാപ്റ്ററാണ്, ഇഷ്ടം ഒന്നാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, അതെങ്ങനെയാണ് പഠിക്കാനുള്ള ഷോർട്ട് കട്ടുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ചാപ്റ്റർ. ഇത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് ആദ്യം അറിയേണ്ടത് മക്കളെ, ഇതിൽ പ്രധാനമായിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ടത് ഈ പോയിന്റ്സ് ആണ്. ഇതിൻ്റെ ഒരു മൈൻഡ് മാപ്പ് എന്ന് പറയാം. നോക്കിക്കോട്ടോ, ശിലായുഗത്തിൽ ആദ്യം നമ്മൾ പഠിക്കണം എന്ത്. ശിലായുഗം എന്ന് പറഞ്ഞാൽ കല്ല് യൂസ് ചെയ്ത കാലഘട്ടത്തെയാണ് നമ്മൾ തരിക ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തതാണ് എന്തൊക്കെ? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇതെന്തൊക്കെ പഠിക്കണം. എന്നിട്ട് കല്ലെന്ന് മാറിയിട്ട് പിന്നീട് എന്തായി, എല്ലാവരും ലോഹങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ആ കാലഘട്ടമാണ് വെങ്കലയുഗം, ഇരുമ്പ് യുഗം. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂളിൽ 2-3 മാസങ്ങൾ എടുത്ത ക്ലാസ് ആയിരിക്കും. പക്ഷേ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാലഘട്ടമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മധ്യകാലഘട്ടം, അഥവാ ദ ട്രാൻസിഷൻ ഓഫ് പാലിയോതെറ്റിക് ടു നിയോളിത്തിക്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്ക് പ്രധാന മാറ്റം നടന്ന കാലഘട്ടമാണ് മധ്യശിലായുഗം. അതിനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം മധ്യശിലായുഗത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ, മധ്യശിലായുഗം പറഞ്ഞത് മനസ്സിലാക്കിയാൽ മതി. പാലിയോതെറ്റിക് യൂസ് ചെയ്ത കല്ല് കണ്ടങ്ങൾ, അഥവാ അവിടുത്തെ കല്ലുകൾ നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കൽ റഫ് സ്റ്റോൺ ടൂൾസ് എന്നാണ് വിശേഷിപ്പിക്കൽ. റഫ് സ്റ്റോൺ ടൂൾസ് ആണെന്ന് നമ്മൾ വിശേഷിപ്പിക്കൽ. പരുക്കൻ ശിലായുധങ്ങൾ എന്നാണ് വിളിക്കൽ. പരുക്കൻ ശിലായുധങ്ങൾ എന്നാണ് വിളിക്കുക. ശിലായുധം എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ മിസോലിത്തിക്കിൽ എത്തിയപ്പോൾ കല്ല് ഒന്നുകൂടി എന്ത് ചെയ്ത് ഒന്നും കൂടി സ്മാളർ ടൂൾസ് ആയിട്ട് മാറി, ഒന്നും കൂടി നേർന്ന ടൂളുകൾ മാറി. അതുകൊണ്ടാണ് കാലഘട്ടം മാറിയത്. ഓരോ കാലഘട്ടം മാറിയതും ഈ കല്ലുകളുടെ നിർമ്മാണ രീതിക്കനുസരിച്ചാണ് എന്ത് ചെയ്തത്, കാലഘട്ടത്തിന് ചേഞ്ച് വന്നത്. നോക്കാണ് മിസോലിത്തിക്കിലെ കല്ലുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്ന് നോക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കിക്കോട്ടോ. ദീസ് ആർ ദ സ്മാളർ ടൂൾസ് ദാൻ യൂസ്ഡ് ഇൻ ദ പാലിയോതെറ്റിക് ഏജ്. അഥവാ പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചവയേക്കാൾ എന്താണ്, ചെറിയ ഉപകരണങ്ങളാണ് ഇവ. അതുകൊണ്ട് ഇതിന് നമ്മൾ വിളിക്കും മൈക്രോലിത്സ് എന്ന് വിളിക്കും. മക്കളെ, എന്തോന്ന് കമന്റ് ചെയ്ത മക്കളെ, മൈക്രോലിത്സ് എന്നെന്തെയും വിളിക്കും. വെരി സ്മാൾ ടൂൾസ് വെർ യൂസ്ഡ് ആണ്. ഒരു മാർക്ക് ചിലപ്പോൾ 2 മാർക്ക് ചോദിക്കും. വാട്ട് ഈസ് മൈക്രോലിഡ്സ്? വെരി സ്മാൾ ടൂൾസിനാണ് അത് മിസോലിത്തിക്കിലാണ് യൂസ് ചെയ്തിരുന്നത്. എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ എഴുതി വെക്കുക. ആ മൈക്രോലിഡ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ടും അതിൻ്റെ സവിശേഷത ചോദിക്കുക. മക്കളെ പഠിച്ചോളി. എന്തൊക്കെയാണ് യൂസ് ഓഫ് അല്ലെങ്കിൽ നമ്മളെ മിസോലിത്തിക് ഏജിലുണ്ടായ ഡിഫറൻസ് വെക്കാം. ഒന്നാമത് എന്ത് കല്ലാണ് യൂസ് ചെയ്തത്? മൈക്രോലിത്തുകളാണ് യൂസ് ചെയ്തത്. അഥവാ മൈക്രോലിത്സ് ഓർ വെരി സ്മാൾ സ്റ്റോൺ ടൂൾസ് ആണ് ആ കാലത്ത് യൂസ് ചെയ്തത്. മാത്രമല്ല, പണ്ട് പാലിയോതെറ്റിക്കിൽ എല്ലാവരും എന്ത് മാത്രമേ ഹണ്ടിങ്ങും ഗാദറിംഗ് ആണെങ്കിലോ, ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും എന്ത് യൂസ് ചെയ്ത് ഫിഷിംഗ് ആൾസോ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ഉപജീവന മാർഗമായിട്ട് കൊണ്ടുവന്നു. ഉപജീവന മാർഗമായിട്ട് ഹണ്ടിങ്ങും ഗാദറിങ്ങിൻ്റെ കൂടെ തന്നെ ഫിഷിംഗ് ആൾസോ വന്നു. മീൻ പിടുത്തം എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മിസോലിത്തിക്കിലാണ് ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ എന്ത് ചെയ്ത് തുടങ്ങിയത്. മാത്രമല്ല, വിനോദങ്ങൾ ആരംഭിച്ചതും ഏത് കാലഘട്ടത്തിലാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ മിസോലിത്തിക് കാലഘട്ടത്തിലാണ്. മാത്രമല്ല, ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ, ലിംഗ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനവും നടത്തിയത് നമ്മളുടെ മിസോലിത്തിക് ഏജിലാണ്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം പറഞ്ഞു. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത കാലഘട്ടമാണ് നവീന ശിലായുഗം. ഈ കാലഘട്ടത്തിലാണ് ഗോർഡൻ ചൈൽഡ്, അയാളെ പേര് പഠിച്ചു വെക്കണേ, ഗോർഡൻ ചൈൽഡ് പഠിച്ചു വെക്കേണ്ട. ഗോർഡൻ ചൈൽഡ് എന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നിയോളിത്തിക് റവല്യൂഷൻ, നവീന ശിലാ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നവീന ശിലാ വിപ്ലവം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട് ഗോർഡൻ ചൈൽഡ്. നോക്കട്ടോ. അപ്പോൾ ആരാ വിശേഷിപ്പിച്ചത്? ഗോർഡൻ ചൈൽഡാണ് വിശേഷിപ്പിച്ചത് നവീന ശിലാ വിപ്ലവം എന്നുള്ളത്. തന്നെ ഇവിടെ റഫ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ എത്തിയപ്പോൾ എന്തായത്, മൈക്രോ സ്റ്റോൺ ടൂൾസ് ആയി. മൈക്രോ സ്റ്റോൺ ടൂൾസ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ടൂൾസ് ആണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി മാറ്റം വന്നു. ഇവിടെ യൂസ് ചെയ്തതിന് സ്റ്റോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, അവിടുത്തെ സ്റ്റോൺ എങ്ങനെ നമ്മൾ പറയാറ് മക്കളെ, അവിടുത്തെ സ്റ്റോൺ പറഞ്ഞാൽ പോളിഷ്ഡ്. നമ്മൾ പറഞ്ഞിട്ട് ചോദ്യം വരാറുണ്ട്. നവീന ശിലായുഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം തന്നെ ഒന്നും കൂടി എന്ത്, പോളിഷ്ഡ് ആൻഡ് ഷാർപ്പൻഡ് ടൂൾസായി. അപ്പം നവീന ശിലായുഗത്തിലെ ടൂൾ എന്ന മക്കളെ മിനുസപ്പെടുത്തിയ മൂർച്ചയുള്ള ആയുധമായിട്ട് എന്ത് ചെയ്ത് മാറി. നിർമ്മാണ രീതിക്കനുസരിച്ച് ഇവിടെ റഫ് സ്റ്റോൺ ടൂൾസ് ആദ്യം
പിന്നീട് എന്തായാലും മൈക്രോസ്റ്റോൺ ടൂൾസ് ആയി. ഇപ്പം എന്തായി മക്കളെ ആലോചിച്ച് കിട്ടോ, ആലോചിക്ക് എന്താന്ന് പറഞ്ഞ് തന്നെ പഠിക്കട്ടെ മക്കളെ. പോളിഷ്ഡ് ഷാർപ്പൻഡ് ടൂൾസ് എന്ത് ചെയ്തു ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു യൂസ് ചെയ്ത്. മാത്രമല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുണ്ടായ 2 മാറ്റങ്ങളാണ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായ 2 മാറ്റങ്ങളാണ് മക്കൾ. 2 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്തൊക്കെയാണ് നവീന ശിലായുഗത്തിൽ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട മാറ്റം നോക്കിക്കോളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ ആരംഭം സ്റ്റാർട്ട് ചെയ്തത് പാലിയോലിത്തിക്കലല്ല, മിസോലിത്തിക്കലല്ല, ഏതിലാണ്? നിയോലിത്തിക്കലാണ്. മാത്രമല്ല ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അതിന് ഏറ്റവും വലിയ തെളിവ് കിട്ടിയത് എവിടുന്നാണ്? നമ്മൾ ഇറാഖ് ഇറാൻ്റെ ഭാഗത്താണ്. ആ സ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, അത് എൻ്റെ മക്കൾ പഠിച്ചേക്കണം. ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നെന്ത് ചെയ്യുക എൻ്റെ മക്കൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. ഇനി അതേപോലെ അടുത്തൊരു കാലഘട്ടമാണ് ലോഹയുഗം എന്ന് പറയുന്നത്. ലോഹയുഗത്തിൽ പ്രധാനപ്പെട്ടും വെങ്കലയുഗമുണ്ട്, ഇരുമ്പ് യുഗമുണ്ട്. അതിന് മുന്നുണ്ടായൊരു ഇതാണ് ചാൽക്കോലത്തേറ്റിക് ഏജ് എന്ന് പറയും. ഇതെന്താ ചോദിച്ചാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ആ കാലഘട്ടത്തിൽ എന്താ അറിയോ, ലോഹം മാത്രമല്ല സ്റ്റോണിൻ്റെ കൂടെ കോപ്പറും യൂസ് ചെയ്ത കാലഘട്ടം. കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പും യൂസ് ചെയ്ത കാലഘട്ടത്തെയാണ് നമ്മൾ എന്താ പറയുക ചാൽക്കോലത്തേറ്റിക് ഏജ് അല്ലെങ്കിൽ കാൽക്കോലത്തേറ്റിക് ഏജ്, താമ്രശിലായുഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക. അഥവാ ലോഹം മാത്രമല്ല യൂസ് ചെയ്ത്, അതിൻ്റെ കൂടെ കല്ലും കൂടി യൂസ് ചെയ്ത കാലഘട്ടമാണ് ചാൽക്കോലത്തിറ്റിക് ഏജ് പറയുക. അടുത്തൊരു കാലഘട്ടം നമ്മൾ പഠിക്കാണ്ട് ബ്രോൺസ് ഏജ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ കാലഘട്ടത്തിലാണ് അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്, നാഗരിക ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. നാഗരിക ജീവിതം എന്ത് ചെയ്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തെളിവാണിത് ഹരപ്പൻ സംസ്കാരം എന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് പ്രധാനപ്പെട്ട തെളിവാണ് ഹരപ്പൻ സംസ്കാരം എന്ന് മനസ്സിലാക്കി വെക്കുക ഇന്ത്യത്തെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ അർബൻ ലൈഫ് തുടങ്ങിയതാണ് ഹരപ്പനിലാണെന്ന് എന്ത് ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് നമ്മൾ പഠിക്കാനുള്ള വേദ കാലഘട്ടം. മക്കളെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുക വേദ കാലഘട്ടത്തിൽ നിന്നായിരിക്കും. അത് 100% ഷുവർ ആണ്. ബട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ സെറ്റാക്കിയിട്ട് മാറ്റി തരും. അതിൻ്റെ ഒരു ചെറിയ കഥ, നമ്മളെ ആടുജീവിതത്തിൽ കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നമ്മൾ പഠിക്കും. ആ 6 മാർക്ക് സെറ്റാക്കി മാറ്റി തരും. ഇന്ന് 6 മണിക്ക് നമ്മൾ ലൈവ് വെക്കുന്നുണ്ട്. 100% ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലെയും. അത് ഞങ്ങൾ 2-3 മണിക്കൂറിന് തീർക്കുന്നതാണ്. ഞങ്ങൾ 3 ആൾക്കാർ വരുന്നുണ്ട്. സോ ആ സമയമാകുമ്പോൾ നിങ്ങൾ അവിടെ എത്തുക മക്കൾ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ഈ ചാപ്റ്റർ പഠിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിൽ പഠിച്ചത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക് അടിക്കുക. ഇന്ന് 7 മണിക്ക് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് മാറ്റാം. സോ ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.